ഹായ് ഹലോ വെൽക്കം ടു പവർ ഓഫ് നോളജ്. അപ്പം ഇതെൻ്റെ പുതിയ ചാനലാണ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. എന്നാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിലെ 7ാം ക്ലാസ്സിൻ്റെ ആദ്യ യൂണിറ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് പാർട്ട് 1. അപ്പം ഇതിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് യൂണിറ്റ് യൂറോപ്യൻ ട്രാൻസിഷൻ. അപ്പം നിങ്ങൾക്ക് അടിയിൽ ഹഗിയ സോഫിയയുടെ ഒരു പിക്ചർ കാണാം. അപ്പം അതെന്താണെന്ന് താഴത്തെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിച്ചു നോക്കിയാലോ? വായിച്ചു നോക്കാം അല്ലേ? അപ്പം ദിസ് ഈസ് ഹഗിയ സോഫിയ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ഇറ്റ് വാസ് ബിൽഡ് ഇൻ ദ 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in historical monuments. Do you know the importance of Constantinople in the history of the world? ഈ പാരഗ്രാഫ് നമുക്ക് ഹഗിയ സോഫിയയെ പറ്റി പരിചയപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻസ് തരികയാണ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയതാരാണ്? കോൺസ്റ്റാന്റിനോപ്പിളിലെ ആർക്കിടെക്ചർമാരാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ തുർക്കിയിലെ ഒരു മ്യൂസിയം ആയിട്ടാണ് ഇപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത്. 6ാം നൂറ്റാണ്ടിലാണ് ഇതിനെ ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനെ പണി കഴിപ്പിച്ചത്. ഇനി അവർ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്? ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പ്രാധാന്യം നമുക്കറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ എന്നാണ് ആ ചോദ്യത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ നമ്മൾ ആ പേജിൽ തന്നെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരാം. പേജ് നമ്പർ 8ലേക്ക്. സോ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു മാപ്പ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അവിടെ എന്തൊക്കെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? മെഡിറ്ററേനിയൻ സീ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ ഉണ്ട്, ബ്ലാക്ക് സീ ഉണ്ട്, ഏഷ്യ ഉണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ താഴേക്ക് വരൂ. ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. ഈ മാപ്പിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിനെ ലൊക്കേറ്റ് ചെയ്യാൻ അവർ ആദ്യമേ തന്നെ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ബ്ലാക്ക് ഡോട്ടായിട്ടല്ലേ. ഇനി നെക്സ്റ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ദ പ്രസൻറ്റ് ഇസ്താൻബുൾ. ഇസ്താൻബുളിൽ ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഇസ്താൻബുളിലാണ്. ദ എർത്ത് വൈൽ ക്യാപിറ്റൽ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഹാസ് എ യുണീക്ക് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. വാട്ട് വർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രാധാന്യങ്ങൾ എന്തെല്ലാം? സെൻറ്റർ ഓഫ് നോളേജ്, നോളേജിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ സെൻറ്റർ ആയിരുന്നു എന്ത്? നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, അബൌട്ട് ഓഫ് സ്കോളേഴ്സ് ആൻഡ് എ ട്രഷർ ട്രോവ് ഓഫ് സ്കോളറി ടെക്സ്റ്റസ്. അതായത് പണ്ഡിതന്മാരുടെ ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു ട്രഷർ തന്നെയായിരുന്നു ആ സ്ഥലം. മൂന്നാമത്തേത്, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ളൊരു ഗേറ്റ് വേയും കൂടെ ആയിരുന്നു എന്ത്? നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ 3 പോയിൻ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് പഠിക്കാം. അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് ഉൾക്കൊള്ളണം. എക്സാമിന് ചോദിക്കാൻ മിക്കവാറും എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് വർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കാം. വെൻ ദ തൂർക്സ് കോൺകേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453. അപ്പം 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? കോൺകർ ചെയ്തു. ഞാനവിടെ ഒരു ലൈൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ക്വിസ് ക്വസ്റ്റ്യനുകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്, ഏത് വർഷമാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രയോജനമാണത്. കാരണം അത് അവിടെ വർഷം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒരു ലൈൻ വരച്ചിടുക. ഓക്കെ. ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫോൾ ഓഫ് സെഞ്ചുറീസ് ഓൾഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. Consequently, scholars, artists, writers fled from Constantinople to nearby areas in great numbers. അത് പറയുന്നത് എന്താണ്?
ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് സെൻറ്റർ ഓഫ് നോളേജ് ആയിരുന്നു. പിന്നെ സ്കോളർ ടെക്സ്റ്റസിൻ്റെ ഒക്കെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു എന്ത്, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ അതിനെ തുർക്കികൾ അങ്ങോട്ട് കീഴടക്കിയാൽ അവരവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, അവരെല്ലാ സ്ഥലത്തേക്കും മൈഗ്രേറ്റ് ആയി, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അത് ഒഴുകിപ്പോയി എന്നാണ് അവിടെ സൂചിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു, മൂവ് ചെയ്തു പോയി. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്തു പോയി. അങ്ങനെ മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി. അതിൽ കുറേ പേര് എവിടെയാണ് എത്തിച്ചേർന്നത്, ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത്. ഇനി അടിയിലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു പേജിൽ നമ്മൾ പഠിച്ചത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ 3 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചില്ലേ. അത് സെൻറ്റർ ഓഫ് നോളജ്, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആൻഡ് ട്രഷറേഴ്സ്, ട്രോ ഓഫ് സ്കോളറി ടെക്സ്റ്റസ്, ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി എന്നും പഠിച്ചു. 1453 അത് പഠിച്ചു. പിന്നെ അവർ കുറേ സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തത് എവിടേക്കാണ്, ഇറ്റലിയിലേക്കാണെന്നും പഠിച്ചു. ഇനി അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്ത് കൊണ്ടാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത്, ഇറ്റലിയിലേക്ക് എന്തുകൊണ്ടാണ് ഈ സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ മൈഗ്രേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അവർ പോയതെന്നാണ് അതിനൊരു ചെറിയ മീനിങ്. അപ്പം അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ പേജ് നമ്പർ 9 എടുക്കുക, ഇല്ലാത്തവർ സ്ക്രീനിലേക്ക് നോക്കുക. മുകളിൽ 3 പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിർത്തിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി, എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് പോയതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ആ 3 പോയിൻറ്റ്സ്. നമുക്ക് വായിച്ചു നോക്കിയാലോ. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് upheld the rich Greco-Roman tradition. അത് അവിടെ ഒരു ഗ്രീക്കോ റോമൻ ട്രഡീഷൻ ആയിരുന്നു ആ രാജ്യത്തിൽ നിലനിന്നിരുന്നത്. ദ റിച്ച് ഇറ്റാലിയൻ ട്രേഡേഴ്സ് were the patrons of art, literature and culture. ഇറ്റലിയിലെ ട്രേഡേഴ്സ് മുഴുവനും എന്തായിരുന്നു, ആർട്ടിലും ലിറ്ററേച്ചറിലും കൾച്ചറിലും ഒക്കെ കഴിവുള്ളവരായിരുന്നു. ഇനി 3ാമത്തെ പോയിന്റ് ആണെങ്കിൽ, ദിസ് ട്രേഡേഴ്സ് were keen to preserve the historical and cultural heritage. അവരെന്തായിരുന്നു, അവർ ഹിസ്റ്റോറിക്കലും കൾച്ചറൽ ഹെറിറ്റേജിനും വേണ്ടി പ്രിസർവ് ചെയ്തതായിരുന്നു. ഹെൻസ് ദ ഇറ്റാലിയൻ സിറ്റീസ് furthered thinking and encouraged the spirit of learning among the immigrant scholars. By the end of 13th century, the Renaissance which began in Italy flourished and spread to other nations. അങ്ങനെ ഈ ഇറ്റലിയിലേക്ക് വന്ന ഈ സ്കോളേഴ്സിൽ നിന്നും അവരുടെ സ്പിരിറ്റ് എന്ത് ചെയ്തു, ഇറ്റാലിക്കാരെന്ത് ചെയ്തു, കണ്ടുവെത്തി. ബൈ ദ എൻഡ്, അവസാനം 13ാം നൂറ്റാണ്ടിൽ അവിടെ റിനൈസൻസ് കണ്ടെത്തി. ഇറ്റലിയിലാണ് റിനൈസൻസ് ആദ്യമായിട്ട് വന്നത്. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തു, വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. അപ്പം ഈ 3 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. പഠിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണ്, ഇറ്റലിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഇറ്റലിയുടെ ഇമ്പോർട്ടൻസ് ആണ് ആ 3 പോയിൻറ്റ്സും നമ്മളെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത്. അപ്പം എന്തായാലും നമ്മളത് പഠിക്കണം. അത് മാക്സിമം ക്വസ്റ്റ്യനുകളായി വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യന് നമുക്കൊരു ഉത്തരം കിട്ടിയല്ലോ, വൈ ഡിഡ് ദേ മൈഗ്രേറ്റ് ടു ഇറ്റലി, അതിന് 3 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി, കലാസ്, അത് ഫിനിഷ് ആയില്ലേ. അതിനി നെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ദ റിനൈസൻസ് ആണ് നെക്സ്റ്റ് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ റിനൈസൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ദ ഫൈൻ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മെഡീവൽ പീരിയഡ് were centered on religious ideology. The texts were invariably written in Greek and Latin, as these languages were considered elite and scholarly. By the dawn of 13th century, Latin and Greek gave way to regional languages like English, Spanish and French. The writers of this period adopted the life of common man as the central theme of their works. റിനൈസൻസ് എന്താണെന്ന് വെച്ചാൽ, ദ ഫൈനൽ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ഇൻ ദ മിഡീവൽ പീരിയഡ് വർ സെൻട്രഡ് ഓൺ റിലീജിയസ് ഐഡിയോളജി. മതപരമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഐഡിയോളജിയിലായിരുന്നു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആർട്സും ലിറ്ററേച്ചറും ഹിസ്റ്ററിയും ഒക്കെ എന്ത് ചെയ്തെന്ന് ബന്ധപ്പെട്ടിരുന്നത്. പിന്നെ ദ ടെക്സ്റ്റ് were invariably written in Greek and Latin, as these languages were considered as the elite scholarly. അപ്പം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ഡിതത്വമുള്ള ലാംഗ്വേജസ് ആയിരുന്നു എന്ത്, ഗ്രീക്കും ലാറ്റിനും. അതുകൊണ്ട് മിക്ക ടെക്സ്റ്റുകളും ഗ്രീക്കും ലാറ്റിനും ഭാഷയിലായിരുന്നു എഴുതപ്പെട്ടിരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പം
ഇനി നെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ബൈ ദ ഡൗൺ ഓഫ് ദ 13th century 13ാം നൂറ്റാണ്ടായപ്പോൾ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഗേവ് അവേ ടു റീജിയണൽ ലാംഗ്വേജസ് ലൈക്ക് ഇംഗ്ലീഷ്, സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച്. ലാറ്റിനും ഗ്രീക്കും പോയി, പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ എന്തായി നിലവിൽ വന്നു. ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരീഡ് അഡോപ്റ്റഡ് ദ ലൈഫ് ഓഫ് കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദെയർ വർക്ക്സ്. അവരുടെ റൈറ്റർമാർ എന്ത് ചെയ്തു, കോമൺ മാനിൻ്റെ എന്തായിരുന്നു ലൈഫിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കോമൺ മാൻ എങ്ങനെയാണോ ലിവ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടായി പിന്നെ അവരുടെ സെൻട്രൽ തീം, അവരുടെ വർക്കുകളുടെയൊക്കെ സെൻട്രൽ തീം അല്ല മനുഷ്യത്വം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ദ ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് വാസ് നോ ലോങ്ങർ confined to religion and philosophy but gave to themes that depicted diverse aspects of human life. പിന്നീട് എന്തായി, ഫിലോസഫിയും റിലീജിയനും ഒക്കെ ലിറ്ററേച്ചറുടെ ഭാഗമായി മാറി എന്നാണ് പറയുന്നത്. ബട്ട് ഗാവ് ടു തീംസ് ദാറ്റ് ഡിപ്പിക്റ്റഡ് ഡൈവേഴ്സ് ആസ്പെക്ട് ഓഫ് ദി ഹ്യൂമൻ ലൈഫ്. പക്ഷേ എന്നാലും ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതത്തിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു മിക്ക ഇതും അവർ ഉണ്ടാക്കിയിരുന്നത്, അല്ലെങ്കിൽ റൈറ്റ്സും ലിറ്ററേച്ചറും ഒക്കെ ബേസ് ചെയ്തിരുന്നത്. സിമിലർ ചേഞ്ചസ് അക്വേർഡ് ഇൻ അതർ ആർട്ട് ഫോംസ് ലൈക്ക് പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചർ. പെയിൻറ്റിങ്ങിലും സ്കൾപ്ചറിലും ഇതുപോലെ മാറ്റങ്ങളുണ്ടായി. ദിസ് വിഷൻ പ്രൈമർലി കൺസിഡർ വിത്ത് ദ വാരിയസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇസ് നോൺ ആസ് ഹ്യൂമനിസം. അപ്പം മാനവികത എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ, ഹ്യൂമനിസം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഹ്യൂമനിസം എന്താണ്? ദിസ് വിഷൻ പ്രൈമർലി കൺസിഡർ വിത്ത് ദ വാരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് നോൺ ആസ് ഹ്യൂമനിസം. മനുഷ്യ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള എന്താണ് വേരിയസ് അക്സെപ്റ്റിനെയാണ് എന്ത് പറയുന്നത്, മാനവികത അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം ഇൻസ്പയർഡ് യൂണിക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിംഗ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. കോൺസിക്വൻ്റ്ലി എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കേം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ റിനൈസൻസ്. അങ്ങനെ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ, ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം, പുതിയ ഒരു ഹ്യൂമനിസത്തിലെ ഒരു സ്പിരിറ്റ്, പുതിയൊരു സ്പിരിറ്റിനെ യൂണീക്ക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫിനെയും യൂണിവേഴ്സിനെയും ഒക്കെ പറ്റിയിട്ട് വ്യത്യസ്ത തോട്ടുകളെ ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അത് സ്പിരിറ്റ് ഓഫ് എൻക്വയറിനെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. കോൺസിക്വൻ്റ്ലി അവസാനം എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കേം വിസിബിൾ ഇൻ യൂറോപ്പ്. ഒരു പുതിയ എന്തായിരുന്നു എഴുന്നേറ്റ് വരവ് ഹ്യൂമൻ ലൈഫിൽ യൂറോപ്പിൽ കാണപ്പെട്ടു. അതിനെയാണ് എന്ത് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ റിനൈസൻസ്. സോ ആ പാരഗ്രാഫിലെ ഇവിടെ മുതൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇത് മുതൽ കോൺസിക്വൻ്റ്ലി എ ന്യൂ അവേക്കനിങ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ബിക്കേം വിസിബിൾ ഇൻ യൂറോപ്പ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് റിനൈസൻസ്. പിന്നെ ഹ്യൂമനിസം ഞാൻ വിട്ടുപോയതാണ്. ദിസ് വിഷൻ പ്രൈമർലി അവിടെ തൊട്ട് ഹ്യൂമനിസം വരെ നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എന്താണ് ഹ്യൂമനിസം, എന്താണ് റിനൈസൻസ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചറിലുള്ള റിനൈസൻസ്. പെട്രാക്ക് AD 1304 to 1374 was one of the eminent writers of Renaissance period. He is known as the father of Renaissance. The magnum opus of Petrarch is Spectrum. അപ്പം പെട്രാക്ക് എന്ന് പറയുന്നത് ഫേമസ് ഒരു റൈറ്ററെ പറ്റിയാണ് അവിടെ ജസ്റ്റ് കൊടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പെട്രാക്ക് എന്ന് പറഞ്ഞൊരു റൈറ്റർ ഉണ്ടായിരുന്നു. അവരുടെ മാഗ്നത്തിനെ പറയുന്ന പേരാണ് സീക്രട്ടം. പിന്നെ പെട്രാക്ക് റിനൈസൻസിലെ ഒരു ഫേമസ് റൈറ്ററാണെന്ന് കൂടി ഓർത്ത് വെച്ചാൽ മതി. പെട്രാക്കിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിക്ചർ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പേജിലേക്ക് പോവാം. സോ നമ്മൾ നെക്സ്റ്റ് പേജിലെത്തിയിട്ടുണ്ട്. ദ പിക്ചേഴ്സ് ഓഫ് ഫ്യൂ റിനൈസൻ റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് ആർ ഗിവൺ ബിലോ. റിനൈസൻ റൈറ്റേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അവരുടെ വർക്ക്സും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡാൻറ്റി ദ ഡിവൈൻ കോമഡി, ബൊക്കാഷിയോ ദ ഡീകാമറോൺ, സെർവൻറ്റ്സ്, ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോളി. അത് പഠിക്കൽ നിർബന്ധമാണ്. നമുക്ക് എന്തായാലും വരും ഇവരുടെ റൈറ്റേഴ്സും അവരുടെ വർക്ക്സും. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബോക്സ്. ഇതൊരു പഴയ ബുക്കാണ്, അതുകൊണ്ട് തന്നെ അവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൽ എഴുതി വെച്ചിരുന്നതായിരുന്നു, പഴയ ബുക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പെട്രാക്ക്, ഡാൻറ്റി, ബൊക്കാഷിയോ, സെർവൻ, എറാസ്മസ് ഇവരുടെ
റൈറ്റ്സും കൂടി ഓർത്ത് വെക്കുക. ഡാൻറ്റെ എന്തായിരുന്നു? ഡിവൈൻ കോമഡി. ബൊക്കാഷിയോ ദ ഡിക്കാമറോൺ, സെർവൻസ്, ഡൺ കിക്സോട്ട്, ഇറാസ്മസ് ഇൻ ദ ബ്രൈസ് ഓഫ് ഹോളി. ഈ ബേസിൽ നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. ഇനി റിനൈസൻസ് ഇൻ ആർട്സ്. ദ റിനൈസൻസ് സ്പിരിറ്റ് was most pronounced in painting. Leonardo da Vinci was one of the great painters of the period. The Mona Lisa and the Last Supper are his famous painting. അതായത് ആർട്ടിനും ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരു വലിയ പ്രാധാന്യം തന്നെ ഉണ്ടായിരുന്നു. അത് ലിയാനോഡോ ഡാവിൻസിയെ പറ്റി നമുക്കറിയാമല്ലോ. മൊണാലിസ പിക്ചറെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. അതാണ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പം ലിയാനോഡോ ഡാവിൻസിയുടെ ഫേമസ് പെയിൻറ്റിങ്സ് ആണ് ഏതൊക്കെ? ദ ലാസ്റ്റ് സപ്പറും മൊണാലിസയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? റിനൈസൻസിൽ ആർട്ടിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന കാര്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ മൊണാലിസയുടെ പെയിൻറ്റിങ്ങിനെ പറ്റി കാണാൻ പറ്റും. അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. അവിടെ 2 കുട്ടികൾ ബുക്ക് വായിക്കുന്നത് കണ്ടില്ലേ ഇപ്പുറത്തതിൽ. അപ്പം അതെന്ത് ചെയ്യുക? അതൊരു എക്സ്റ്റൻഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം, ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ മൊണാലിസയുടെ പിക്ചറാണ് അത്. ഇനി ലിയോനാർഡോ ഡാവിൻസിയുടെ വേറൊരു പെയിൻറ്റിംഗ് ആയിരുന്നു ലാസ്റ്റ് സപ്പർ. അതിൻ്റെ ഫോട്ടോ ആണ് ലിയോനാർഡോ ഡാവിൻസിയുടെ ഇപ്പുറത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൈക്കൽ ആഞ്ചലോൻ്റെ വേറൊരു വർക്കാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ റാഫേൽ അവരുടേത് ദ സ്കൂൾ ഓഫ് അത്തൻസ്. അപ്പം ഈ പേജിൽ എന്താണ് മൊത്തത്തിൽ അവരുടെ പെയിൻറ്റിങ്സും ആ പെയിൻറ്റർമാരെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ പേജ് നമ്പർ 11 ഉണ്ടെങ്കിൽ ടെക്സ്റ്റിലെടുത്തിട്ട് നോക്കുക. അപ്പം അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ലിയോനാർഡോ ഡാവിൻസിയുടെ ലാസ്റ്റ് സപ്പറും മൈക്കൽ ആഞ്ചലോയുടെ ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, റാഫേലിൻ്റെ ദ സ്കൂൾ ഓഫ് അത്തൻസും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ഇത്ര ഇവിടെ നിർത്തുക. കാരണം ഈ ചാപ്റ്റർ കുറച്ച് ഒരു ലെങ്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഈ ഇവിടെ വരെയാണ് ഞാൻ നിർത്തുന്നത്. ഇനി നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പിക്ചേഴ്സ് ആയിട്ടായിരിക്കും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോട്ട്സിലേക്ക് കിടക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.